കൂടുതൽ അടി കിട്ടും. നമ്മൾ മിനിസ്റ്റേഴ്സ്, നമ്മൾ ശുശ്രൂഷകർ, പാടുന്നവർ, യു ആർ വിസിബിൾ ബിക്കോസ് യു ആർ എ സിംഗർ, യു ആർ വിസിബിൾ ബിക്കോസ് യു ആർ ടീച്ചർ ഓർ എ പ്രീച്ചർ, യു ആർ വിസിബിൾ, യു ഗെറ്റ് ആൻ ഓണർ ആൻഡ് യു വിൽ ബി സ്ട്രിക്ട്ലി ജഡ്ജ്ഡ്. നീ നാളെ ഈ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിക്കേണ്ടി വരും. കർത്താവ് പറയുകയാണ്, അനേകർ ചിന്തിക്കുന്നത് ഇത് വെറും മണ്ടന്മാരുടേതാണെന്ന്. ശരിയാ, നമ്മൾ മണ്ടതാരാ? പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, വി ആർ ഫൂൾസ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിനു വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നത് വലിയൊരു പദവിയാണ്. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നതും അതിൽ വലിയ പദവിയാണ്. മീൻസ് വചനം ശുശ്രൂഷിക്കുന്നത് വലിയ പദവിയാണ്. മധ്യസ്ഥത അണയ്ക്കുന്നത് വലിയ പദവിയാണ്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ക്രിസ്തീയ ജീവിതം വളരെ രസമല്ലാതെ തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. വല്ലപ്പോഴുമൊക്കെ ദൈവം പേഴ്സണലി സംസാരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കണം. ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കണം. എനിക്കിന്ന് പല്ലഞ്ചൻ്റെ വയസ്സ് പറയത്തിൽ 64 വയസ്സ് കഴിഞ്ഞു. 19-ാം വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടിയതാണ്. 45 വർഷം കർത്താവിനോട് കൂടെ നടന്നു. ദൈവം എത്ര സ്നേഹവാൻ! എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ആണിക്കല്ലും പ്രത്യാശയും സന്തോഷവും ലാക്കും എൻ്റെ യേശുവാണ്. വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ കണ്ടുമുട്ടുന്നത് വിവിധങ്ങളായ ചിലർ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുമ്പോഴാണ്, ചിലർ കടഭാരങ്ങളിൽ പെടുമ്പോഴാണ്, ചിലർ മറ്റ് ചില പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ഇത്തരം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. സാമ്പത്തിക ഞെരുക്കമില്ലായിരുന്നു, കുടുംബത്തിൽ പ്രശ്നമില്ലായിരുന്നു, രോഗമില്ലായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. പക്ഷെ ഒന്ന്, ദൈവമില്ലാത്തവൻ ദരിദ്രനാണ്. ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ കരങ്ങളിൽ വന്നുപെട്ട ചില പുസ്തകങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ ബൈബിൾ പ്രവചനങ്ങളുടെ നിവർത്തി, ചരിത്രത്തിൽ നിവർത്തിയായത്. അവ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവനുള്ള ഒരു ദൈവമുണ്ട്. എനിക്കും അവൻ്റെ പുറകെ പോകണം. ഈ വചനം സത്യമെങ്കിൽ ദൈവം വീണ്ടും, യേശു വീണ്ടും വരാം. അവൻ ന്യായം വിധിക്കാം. അവൻ നമ്മെ കാണുന്ന ദൈവമാണ്. അങ്ങനെയാണ്. വിശദീകരിക്കാൻ പോയ സാക്ഷ്യങ്ങൾ ഒരുപാട് പറയണമെങ്കിലും ഞാൻ ആമുഖമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നോട് എൻ്റെ വീടിനടുക്കൽ താമസിക്കുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ചോദിച്ചു, ഞാൻ ചെറുപ്പത്തിൽ മീറ്റിങ്ങൾക്ക് പോകുമ്പോൾ അതെന്താ വല്ല പ്രേമനൈരാശ്യം വല്ലതും ഉണ്ടായപ്പോഴാണോ, അതോ വീട്ടിൽ വല്ല കടഭാരം ഉണ്ടായതാണോ? കാരണം അനേകരും പ്രതിസന്ധികളിലാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ കൃപ. ഇന്ന് പാട്ടുപാടി അങ്കിളും പാസ്റ്ററും ഒക്കെ വിശദീകരിച്ചു, നമ്മളാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? 1 കൊരിന്ത്യർ 15:10 പൗലോസ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ള വചനങ്ങളൊന്നാണ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ഐ ആം വാട്ട് ഐ ആം. ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. നേടിയതൊന്നും നമുക്കില്ല. സൗന്ദര്യമുള്ളവർ അതിൽ പുകഴുവാനൊന്നുമില്ല. നാം ജനിച്ച കുടുംബം നമ്മുടെ ചോയ്സ് അല്ല, നമ്മുടെ ജെൻഡർ നമ്മുടെ ചോയ്സ് അല്ല, നമ്മുടെ ലുക്ക് ദൈവത്തിൻ്റെ ചോയ്സ് അല്ല, നമ്മുടെ നാഷണാലിറ്റി, കുടുംബം, ഇതൊന്നും നമ്മുടെ ചോയ്സ് അല്ല. നമ്മൾ അംഗവിഹീനമില്ലാതെ ജനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ തിരിച്ചു വരട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം.
നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലിസൺ ടു ഗാഡ്. ഞാൻ പലയിടത്തൊക്കെ കൊച്ചു കൊച്ചു സഭകളിൽ പോകുമ്പോൾ ഞാൻ പറയും, പിള്ളേരെയൊക്കെ ചിലപ്പോൾ ശാസിക്കും. സദൃശവാക്യങ്ങളിലൊരു വചനമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുന്നവന് എപ്പോഴും സംസാരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുന്നവന്, ഇഫ് യു ലിസൺ ടു ഗാഡ് കെയർഫുള്ളി യു ക്യാൻ ടോക്ക് ടു ഗോഡ് ഓൾവേസ്. ദൈവത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ദൈവത്തോട് എപ്പോഴും സംസാരിക്കാം. മത്തായി 1:22. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ, ഗാഡ് വിത്ത് അസ്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ സമയത്ത് നിർത്താം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ പലപ്പോഴും വേർപെട്ട കൂട്ടങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുകയാണ്, പുറകോട്ട് പോകുമ്പോൾ പ്രവചനമുണ്ട്, കള്ളപ്രവാചകന്മാരുമുണ്ട്. ഞാൻ നമ്മുടെ എബിയുടെ വീട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് മർത്തമപ്പള്ളിയിലായിരുന്നപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അന്നൊരു സാധുവായ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, വേർപെട്ട കൂട്ടങ്ങളിൽ വചനം പഠിപ്പിക്കാൻ ദൈവം ബ്രദറെ ഉപയോഗിക്കും. അന്ന് വേർപെട്ടും നമ്മൾ പറയുന്ന പോലെ പോയില്ല, മർത്തമ സഭയിലായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ, അവരുടെ ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ജാതികളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. 2 ദിവസം 3 ദിവസമൊക്കെ ഒരു ഉപവാസം ഇരിക്കും. ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ തീരുന്ന ദിവസം സാധുവായ കുഞ്ഞപ്പി എന്നൊരു മനുഷ്യൻ ശുശ്രൂഷിച്ച ശേഷം എൻ്റെ തോളിൽ തൊട്ടി, അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല, മരുമകനാണെന്ന് അറിയാവൂ. സാർ, വി വിൽ മേക്ക് യു എ ബൈബിൾ ടീച്ചർ. സാറിനെ ഒരു ബൈബിൾ അധ്യാപകനാക്കും. എന്നാൽ പലയിടത്ത് ചെല്ലുമ്പം ചിലർ പേര് നോട്ടീസിലടിക്കും, റവറൻ്റ് എന്നടിക്കും. ഇപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടാറില്ല. ചിലർ പാസ്റ്റർ എന്നടിക്കും, ചിലർ വേറെ എന്തൊക്കെ അടിക്കും. ഞാൻ പറയും, എനിക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവർ ദാസനായി തീരണം. നിങ്ങൾ ഒരിടത്ത് ചെന്നാൽ അവസാനം പോയിരിക്കണം. നാം ഉപമ പഠിക്കുന്നുണ്ടല്ലോ, സദ്യക്ക് വിളിക്കുന്ന ഉപമ. നിങ്ങൾ പുറകറ്റത്ത് പോയിരിക്കുമ്പോൾ വീട്ടുടയൻ വന്ന് നിങ്ങളെ ക്ഷണിച്ച് നിങ്ങൾക്കായി അസൈൻ ചെയ്ത സ്ഥാനത്ത് നിങ്ങളെ ഇരുത്തും. നിങ്ങൾക്കായി ദൈവം കണ്ടിട്ടുള്ള സ്ഥലത്ത് നിങ്ങളെ ഇരുത്താതെ ദൈവത്തിൻ്റെ പന്തി ഭോജനം ആരംഭിക്കുകയില്ല ബ്രദറെ. ദ പ്ലേസ് വെയർ ഗോഡ് ഹസ് ഡെസ്റ്റൈൻഡ് യു, ഹി വിൽ പുട്ട് യു ഇൻ. ദാവീദിനെ രാജസ്ഥാനത്തിരുത്താതെ ഇസ്രയേലിൻ്റെ ദൈവം അടങ്ങുകയില്ല. പ്രിയമുള്ളവരെ, നാം ഒന്നിനും വേണ്ടി പോകരുത്, ഒരു സ്ഥാനത്തിനും വേണ്ടി പോകരുത്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇവിടെ എന്ത് വായിക്കുന്നു? ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ്. ദൈവം ആരോട് കൂടെയാണുള്ളത്? പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വചനം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് വായിക്കാറില്ല. വചനം വായിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് പോയിൻ്റുകളുണ്ട്. അതല്ല എൻ്റെ പോയിൻ്റ്. റീഡ് മെഡിറ്റേറ്റീവ്ലി, റീഡ് സെലക്റ്റീവ്ലി, റീഡ് പർപ്പസ്ഫുള്ളി, റീഡ് ടെലിസ്കോപ്പിക്കലി, റീഡ് അക്വിസിറ്റീവ്ലി. ബൈബിൾ പഠിക്കുമ്പം ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് പലതും വായിച്ച് പഠിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ പലപ്പോഴും നമുക്കെല്ലാം അറിയാം, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്, അതെല്ലാവർക്കും അറിഞ്ഞൂടെ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, അത് നമുക്കറിയാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഈ 3 ഇത്രയും കേട്ടത് മാത്രം വായിച്ച് നമ്മൾ നിർത്തും. എന്നാൽ അങ്ങനെയല്ല വായിക്കേണ്ടത്. യാക്കോബ് എടുക്കണ്ട. യാക്കോബ് 4:7 നാം വായിക്കുന്നു, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. സബ്മിറ്റ് ടു ഗോഡ്, റെസിസ്റ്റ് ദ ഡെവിൾ. നമ്മൾ പിശാചിനെ എതിർക്കുന്നു. ഇഫ് വി ഹാവ് നോട്ട് സബ്മിറ്റഡ് 100% to God, the devil will not flee. പിശാച് നിങ്ങളെ വിട്ടോടിപ്പോകയില്ല. നാം പലപ്പോഴും കുടുംബത്തിലൊക്കെ വഴക്കുണ്ടാകുമ്പോഴൊക്കെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കാം. നമ്മളിന്ന് പലരും കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ചോദിക്കും, നമ്മൾ ചിന്തിക്കാറുണ്ട്, ആർ യു സാറ്റൻ കോൺഷ്യസ് ഓർ ഗോഡ് കോൺഷ്യസ്? ദൈവത്തെ സാന്നിധ്യത്തെക്കുറിച്ചാണോ നമുക്ക് ബോധമുള്ളത്, അത് പിശാചിനെ കുറിച്ചാണോ? ദൈവത്തിന് കീഴടങ്ങണം. സബ്മിറ്റ് ടു ഗാഡ്, റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. ദൈവത്തിന് കീഴടങ്ങിയാൽ, ആ ഫ്ലീ എന്ന പദത്തിൻ്റെ മൂലാർത്ഥം ഹി വിൽ ഫ്ലീ ഇൻ ടെറർ. അവൻ പേടിച്ചരണ്ടോടിപ്പോകും. നീ ദൈവത്തിന് കീഴ്പ്പെട്ടവനാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എതിർത്ത് നിൽക്കുമ്പോൾ പിശാച് നമ്മെ വിട്ട് ഓടി അകന്നു പോകാം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്
കണ്ടിട്ടില്ല? 1 Corinthians 2nd chapter verse 9 വായിച്ചു നിർത്തും, 10 വായിക്കണം. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ അടുത്ത വാക്യം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. But to us, അപ്പം നമുക്കൊരുക്കിയത് ആത്മാവിനാൽ വെളിപ്പെടുത്തി തരുന്ന ദൈവം, ഹി ഹാസ് റിവീൽഡ്. ദൈവം നമുക്കായി ഒരുക്കുന്ന ഈ ദർശനം കണ്ടാൽ, പ്രിയമുള്ളവരെ, ഞാൻ പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായും ജോർജ് സാമുവൽ, മിഷൻ ഇന്ത്യയിലെ ജോർജ് ചെറിയാൻ്റെ ബ്രദറിനില്ല, അദ്ദേഹത്തിൻ്റെ അപൂർവ അസുഖമുള്ള മക്കളുണ്ടായിരുന്നു. അപ്പം ജോണി റോണി, അതിൽ ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു റോണി മരിക്കാതായപ്പം പപ്പ പറഞ്ഞു, ജോർജ് സാമുവൽ പറഞ്ഞു, എടാ ജോണി, ഇവൻ്റെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ വീട്ടിലോട്ട് വരുന്ന റോഡൊന്ന് ഇച്ചിരി കോൺക്രീറ്റ് ചെയ്യണമെന്ന്. അതങ്ങ് കോൺക്രീറ്റ് ചെയ്യാം. അപ്പം മറ്റേ ടോണി, അഫ്ലിക്റ്റഡായ കുഞ്ഞ്, 3 അഫ്ലിക്റ്റഡായ കുഞ്ഞ് പറയാണ്, പപ്പ എനിക്കെന്തിനിത് റോഡ്, ഞാൻ പോകാനിരിക്കുകയാണ്, അവിടെ സ്വർണ്ണ തെരുവീതി കാണുമ്പോൾ പോകുന്ന എനിക്കാണോ പപ്പ ഇവിടെ റോഡ് റെഡിയാക്കുന്നേ? ദിസ് ഈസ് വിഷൻ. പ്രിയമുള്ളവരെ, ഇതാണ് ദർശനം. ഹല്ലേലൂയ. നാം എബ്രായ ലേഖനത്തിൽ എന്ത് വായിക്കുന്നു? അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു, അവകാശത്തിന് കൂട്ടവകാശിയായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. ഇവർ എല്ലാവരും, അടുത്ത പാരഗ്രാഫ് വായിക്കണം, എബ്രായർ, ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. എന്ത് കണ്ടു? ഇൻ their prophetic vision they saw the kingdom, that kingdom of God. ദൈവത്തിൻ്റെ രാജ്യം കണ്ട് അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇന്ന് പാസ്റ്റർ നമ്മൾ ചോദിച്ചു, ഇപ്പം കാഹളം ധ്വനിച്ചാൽ പോകുമോ? ഇന്ന് നമ്മൾ പെന്തക്കോസ് കൂട്ടങ്ങളിലുള്ളവർക്ക് കൈ പൊക്കത്തില്ല. They don't have the confidence. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമില്ല. എന്നോട് പണ്ട് ടാബോർ IPCയിൽ ഒരു സഹോദരി വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന്, അപ്പോൾ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് അവർ വന്നത്, അവർ പറയാണ്, നമ്മൾ ഈ കൊട്ടിപ്പാടിയൊക്കെ നടക്കുന്നു, കർത്താവ് വരുമ്പം പോയില്ലെങ്കിൽ ഇവിടുത്തെ നാണക്കേട് മാത്രമല്ല, എന്തെല്ലാം പ്രശ്നമാണ്. പ്രസംഗിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, യാക്കോബിൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 3:1 എൻ്റെ ചിന്ത, those who teach the word of God fear it lest you will be strictly judged. അതാണ് പറഞ്ഞ, കൂടുതൽ അടി കിട്ടും. ദൈവം, നമ്മൾ മിനിസ്റ്റേഴ്സ്, നമ്മൾ ശുശ്രൂഷകർ, പാടുന്നവർ, you are visible because you are a singer, you are visible because you are teacher or a preacher, you are visible, you get an honor and you will be strictly judged. പലപ്പോഴും ഞാൻ ഈ വചനത്തിനെ ശ്രദ്ധിച്ച് ഇന്നലെയും കിടന്നപ്പോൾ മണി 2:30 ഈ ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കും. എനിക്ക് ഉറങ്ങാൻ തോന്നത്തില്ല. കാരണം ഈ രാവും പകലും വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ ആ വചനം എങ്ങനെയാണ്, അതിൻ്റെ മീനിങ് എങ്ങനെയാണ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നതായിരിക്കും. കർത്താവ് ഒരിക്കലും ഞാൻ പറഞ്ഞു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശുവിന് എന്തുമായിരുന്നു വിശുദ്ധീകരണം ആവശ്യം? See, this question comes into my mind. നിങ്ങൾക്ക് 2 ചോദ്യങ്ങളും ഇട്ട് തന്നിട്ട് പോവുകയാണ്, നിങ്ങൾ പഠിക്കുക. അടുത്ത യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17 കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ മഹത്വം എന്നുള്ള പദത്തിൻ്റെ മൂലാർത്ഥത്തിൽ പോണ്ടേ. ഈയിടെ ഒരു ബ്രദർ, എൻ്റെ ഓൺ ചർച്ചിലുള്ള ഒരു ബ്രദർ എൻ്റെ അടുത്ത് കോപിക്കുന്ന പോലെ വന്ന്, ഞാൻ 2 പദങ്ങൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥം പറഞ്ഞു. ഓ പിന്നെ ഒന്നും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും പറയാം, ഓ പിന്നെ മൂലാർത്ഥം പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? ആ കവലയിൽ പ്രസംഗിക്കുന്ന ആൻറ്റി എത്ര പേര് രക്ഷിക്കപ്പെടുന്നു? എൻ്റെ പൊന്നു ബ്രദറെ പിണങ്ങാതെ ഞാൻ പറഞ്ഞ്, കവലയിൽ ആൻറ്റി പ്രസംഗിക്കുന്നതിന് ഞാൻ കൊച്ചാക്കിയല്ല പറഞ്ഞത്. ഇത് വായിക്കുമ്പോൾ ഒരിടത്ത് പറയുന്നു എൻ്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. എന്നാൽ യോഹന്നാൻ 17 പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം അവർക്ക് കൊടുത്തിരിക്കുന്നു. കൊടുക്കാമെന്നല്ല, കൊടുത്തിരിക്കുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? വി മസ്റ്റ് നോ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം. കർത്താവ് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? ഒരേ വചനം പല വിധത്തിൽ വായിക്കുന്നതുകൊണ്ടാണ് 100,000 80കളിൽ ഞാൻ വായിച്ച മാഗസിനിലുണ്ട്, there are more than 2,000 denominations in Christendom. അന്ന് 2,000, ഇന്ന് 20,000 ആണോ 2 ലക്ഷം ആണോ എന്ന് നമുക്കറിയത്തില്ല. ഞാൻ പ്രിയമുള്ളവർ, ഞാൻ മടങ്ങി വന്ന് 2 വചനങ്ങളിൽ നിന്ന് ഞാൻ ഈ വാക്ക് നിർത്തും. യഹോവ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ഈ പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ തന്നെയാണോ വന്നത്?
ഞാൻ ഒരിക്കൽ എൻ്റെ സുപ്പീരിയർ ഓഫീസിൽ ഞാൻ ഒരു സീനിയർ ഡെപ്യൂട്ടി AG-യുമായിട്ട് സംസാരിച്ച് ഓഫീസ് കാര്യങ്ങളിൽ, അപ്പം ഞാനിങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളാണെന്ന് അറിയുന്നതുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചു. ഷി വാസ് ഇൻ ബോംബെ, കേരളക്കാരിയാണ് കേട്ടോ, കേരളക്കാരി. അപ്പം എന്നോട് എൻ്റെ കൂടുള്ളവരൊക്കെ ചോദിക്കും, എൻ്റെ എലിസബത്തെ, നീ ഈ കൊച്ചു പിള്ളേരെ വീട്ടിൽ ജോലിക്കാരെയൊക്കെ ആക്കിയിട്ട് നീ എങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് നീ രാത്രി ചെല്ലുമ്പോൾ ഒരു നേരം ആവുമല്ലേ, നീ അവരെ ഏൽപ്പിച്ചിട്ട്? ഈ മർത്തമക്കാരി പറയാണ്, Who told you that I entrust my children with a servant? I have given them to the Lord's hand and I have come here. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ജോലിക്കാരെ ഏൽപ്പിച്ചല്ല വരുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. He will take care. അവൻ നോക്കിക്കൊള്ളും. പ്രിയമുള്ളവരെ, യഹോവ കരുതിക്കൊള്ളും. ഞാൻ എൻ്റെ പോകുന്നിടത്തല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വചനം രാവും പകലും നിങ്ങളുടെ ധ്യാനമാണെങ്കിൽ, ഇഫ് യു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗാഡ്, ഇഫ് യു ആർ ലെഡ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ്, ഇഫ് യു ലീവ് ദ വേർഡ് ഓഫ് ഗാഡ്, ഇഫ് യു റിജോയ്സ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്, യു ക്യാൻ സ്റ്റാൻഡ് സ്റ്റിൽ. എത്ര കൊടുങ്കാറ്റ് ജീവിതത്തിൽ അടിച്ചാലും പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രതികൂലത്തിൽ നിൽക്കാൻ കഴിയും. നിങ്ങൾ കരയണ്ട. എന്തിനാ കരയുന്നേ? ഞാൻ പലപ്പോഴും ചോദിക്കുമല്ലേ, ഞാൻ ചിലയിടത്തെങ്കിലും എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള 2-3-4 പേരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട് ചിലർ. നമ്മൾ പലപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ നീ എന്നെ കൈവിടല്ലേ. ഞാനാണ് കർത്താവെങ്കിൽ ഞാൻ ചാടി വന്ന് പ്രത്യക്ഷപ്പെട്ട് അവരോട് ഞാൻ പറഞ്ഞ് എബ്രായർ 13:5 എടുക്ക് മോളെ വായിക്കെന്ന് പറയും. അവിടെ എന്താ എഴുതിയേക്കെന്ന് ചോദിക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നീ എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ കൈവിടല്ലേ. ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ ഒരു നാളും. നീ പിന്നെ എന്തിനാ എന്നോട് പറയുന്നത് കൈവിടല്ലേ എന്ന്? You don't believe the Father's words. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു മാർത്തയോട് ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ വിശ്വസിക്കുന്നെന്നോ വിശ്വസിക്കത്തില്ലെന്നോ ആണ് ഉത്തരം പറയേണ്ടത്. നമ്മൾ സാധാരണ സ്ത്രീ വിരുദ്ധമായി പോകും. ഞാനത് പറയുന്നില്ല. മാർത്ത അതിനല്ല ഉത്തരം പറയുന്നേ. വരുവാനുള്ള ക്രിസ്തു നീ തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് ചോദിച്ചേ. 100 രൂപ തരാൻ കാണുമോ ബ്രദറെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ കുറെ തേങ്ങ കിടപ്പുണ്ടെന്നാണോ പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നീ ഇത് വിശ്വസിക്കുന്നുവോ? യെസ് ലോഡ് ഓർ നോ ലോഡ് എന്നാണ് ഉത്തരം പറയേണ്ടത്. എന്നാൽ മാർത്ത പറയുകയാണ്, വരുവാനുള്ള ക്രിസ്തു നീ തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പോയി സന്തോഷിക്കണം. എനിക്ക് എത്രയോ അനുഭവങ്ങൾ പറയാൻ പറ്റും, എത്ര അനുഭവങ്ങൾ പറയാൻ പറ്റും. ദ ലോർഡ് സ്പീക്സ് ടു അസ്. നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം സ്വപ്നങ്ങളിലൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ആത്മാവിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഈ 1999 ഞാനന്ന് മർത്തോമ സഭയിൽ നിൽക്കുമ്പോൾ, ഞാനന്ന് ഒരു ശനിയാഴ്ച അവധിപ്പോയി. ഒരു അനുഭവം പറഞ്ഞോട്ടെ, എങ്കിലും ഞാൻ വചനത്തിലേക്ക് തിരിച്ചു വരും. അനുഭവ തലങ്ങളിൽ ഞാൻ ആദ്യം പോകുമ്പോഴും ചിലയിടത്തൊക്കെ പോകുമ്പോഴും എൻ്റെ വചനം ഇങ്ങനെ തെന്നി മാറിപ്പോകും. ഞാൻ അശേഷം ഹോമിലെറ്റിക്സിൻ്റെ ചിട്ടവട്ടം അറിയാത്തത് കൊണ്ടല്ല, ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ തൊട്ടേ പ്രസംഗിച്ചു തുടങ്ങിയ ദൈവത്തിൻ്റെ കൃപ. വിറച്ചാണെങ്കിലും ഞാൻ ആദ്യം സാക്ഷ്യത്തിന് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ എൻ്റെ മുട്ടുന്ന ഇന്ന് കുഞ്ഞുങ്ങളോട് യേശുവിന് വേണ്ടി ഒന്ന് പറയാൻ പറഞ്ഞാൽ അവരെന്തോ പറയുമെന്ന് പറയും. ഞാൻ ഇങ്ങനെ നിന്നാണ് സാക്ഷ്യം പറഞ്ഞത്. എനിക്കിരിപ്പാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. മീറ്റിംഗ് കേൾക്കാനാണ് ഞാൻ പോയത് 19ാമത്തെ വയസ്സിൽ, ഡിഗ്രിക്ക് 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പം. നല്ല രോഗശാന്തിയൊക്കെ ഉള്ളവർ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ സ്ഥലത്ത് മീറ്റിംഗ് നടക്കുന്നത്, രക്ഷിക്കപ്പെടാനൊന്നും പോയതല്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ചു. മോശയുടെ മുഖം തിളങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അതിശയമില്ല. കാരണം അന്ന് വചനം ശുശ്രൂഷ ദൈവദാസൻ്റെ മുഖം ചില നിമിഷങ്ങൾ മിന്നി പ്രകാശിക്കുന്നത് ഞാൻ കണ്ടവനാണ്. എൻ്റെ കർത്താവ് അന്ന് 99 ജനുവരി മാസം എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ നാട്ടിൽ പോകുമ്പം വീക്കെൻഡ്സ് പോകും, കൊട്ടാരക്കര അടുത്തായതുകൊണ്ട്, നീ നാളെ ഈ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിക്കേണ്ടി വരും. കർത്താവ് പറയുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, അതിന് ഞാൻ ഈ ആഴ്ച ചെല്ലുമെന്ന് എന്നെ അവർക്കറിയത്തില്ല. രണ്ടാമത്, ഇപ്പോൾ ഇരിക്കുന്ന പുതിയ അച്ഛന് എന്നെ അറിയത്തില്ല. മൂന്നാമത്, മർത്തോമ സഭയിൽ നേരത്തെ അസൈൻ ചെയ്യാത്ത ഒരാളെ പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ എങ്ങനെ? ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവം യെശയ്യാവിൽ പ്രവചനത്തിൽ എനിക്കൊരു വചനം തന്നു. ഇതാ ഞാൻ പുതിയതൊത് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു, നിങ്ങൾ പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ആ വചനം പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ദേവാലയത്തിൽ ചെന്നിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അന്ന് അച്ഛനില്ലാത്ത ദിവസം പള്ളിയിലെ ശുശ്രൂഷകൻ
ആണ് പ്രസംഗിക്കേണ്ടത്, അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കേണ്ടത്. പക്ഷേ ആരാധന തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് വന്ന്, ഏതാ അങ്ങ് വെണ്ണിക്കുളത്തുള്ളത്, എൻ്റെ 3 ചെയറിന് അപ്പുറത്ത് വന്നിരുന്നു അൺഎക്സ്പെക്റ്റഡ്ലി. അദ്ദേഹം ഒരു സഭാ ശുശ്രൂഷകനാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അച്ഛൻ്റെ ഭാര്യ പറയുന്ന കൊച്ചമ്മ, ചിലർ ബെസ്ക്യാമ്മയെന്ന് പറയും, കൊച്ചമ്മ പറഞ്ഞു, ഒരു കുറിപ്പടി കൊടുത്തു വിട്ടു, ഏതാ വന്നേ മാത്യു ജോൺ പ്രസംഗിക്കണം, എൻ്റെ ബന്ധു. മാത്യു ജോൺ അത് വാങ്ങിച്ചു വെച്ചു. ഞാൻ അടുത്തിരിക്കുമല്ലേ, അദ്ദേഹത്തിൻ്റെ അളിയനാണ് ഞാൻ, എൻ്റെ സഹോദരിയെ കെട്ടിയേക്കുന്നത്, ജോസ്ച പ്രസംഗിക്ക്. ഞാൻ പറഞ്ഞു നോ 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 നോ, ഞാൻ പ്രസംഗിക്കത്തില്ല, എന്നെ വിളിച്ചിട്ടില്ല. വീണ്ടും 3-4 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു, ജോസ്ച യു സ്പീക്ക്. ജോസ്ച പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു ഇല്ല 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 ഇല്ല. അപ്പോൾ ഇല്ല എന്ന് ഞാൻ നിഷേധിച്ചു. കാരണം ദൈവമാണ് എന്നെ നിയോഗിച്ചയച്ചതെങ്കിൽ ദൈവം സംസാരിപ്പിക്കും. ആദ്യമേ കയറി ചാടി വീഴേണ്ട കാര്യമുണ്ടോ? മാത്യുവിനോട് എഴുന്നേറ്റു, പ്രസംഗപീഠത്തിൽ ചെന്നു, 1 മിനിറ്റ് നിങ്ങൾ എല്ലാവർക്കും വന്ദനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അളിയൻ ജോസ്ചൻ നിങ്ങളുടെ ഇവിടുത്തെ ആളാണല്ലോ, വന്നിട്ടുണ്ട്, പുള്ളി പ്രസംഗിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അനുവാദമൊന്നും എടുക്കാതെ മൈക്ക് അവിടെ വെച്ചിട്ട് പോയി സ്ഥലത്തിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് എൻ്റെ വായിലൂടെ ചെന്ന വാക്കുകൾ പ്രവചനത്തിൻ്റെ വചനങ്ങളായിരുന്നു. ദൈവം ഹൃദയം കൊണ്ട് സംസാരിച്ചു. അവിടുത്തെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഫാമിലി കൊച്ചമ്മ എന്നോട് വന്ന് പറഞ്ഞു, ഗോഡ് സ്പോക്ക് ടു മീ ത്രൂ ദ വേർഡ്. ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ വളരെ പരുഷമായി ഭർത്താവിനോട് സംസാരിച്ചിട്ടാണ് വന്നത്. ബ്രദറിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന ആ വാക്കുകൾ എനിക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഓഫ് ദ സർമണാണ് ഞാൻ പറഞ്ഞത്. ഭർത്താക്കന്മാരോട് എങ്ങനെ സംസാരിക്കുന്നുവെന്ന് ചിന്തിച്ചു കൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ആലയത്തിൽ വേദനപ്പെട്ടു വരുന്നവന് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമാണ്. മുറിപ്പെട്ട് വരുന്നവനോട് സംസാരിക്കുന്ന ദൈവമാണ്. അഹങ്കാര ഹൃദയമുള്ളവനോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അവസാനത്തോളം, കണ്ടാലും എല്ലാ നാളും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം. ആരോട് കൂടെ ഇരിക്കുന്നേ? ഞാൻ വചനം എടുക്കാതെ അങ്ങ് ഓടിച്ചു പോവുക. യഹോവ ദാവീദിനോട് കൂടെ ഇരുന്നു. ചില എക്സാമ്പിൾസ് പറഞ്ഞു പോവുക. ഞാൻ കറക്റ്റ് സമയത്ത് നിർത്തും, പേടിക്കണ്ട, ഡോണ്ട് വറി, നിങ്ങൾ വിഷമിക്കണ്ട. ദാവീദിനോട് കൂടെ ഇരുന്നു. 1 ശമൂവേൽ 18:14 ദാവീദ് എല്ലാ വഴികളിലും വളരെ വിവേകത്തോടു കൂടെ നടന്നു എന്ന് വായിക്കുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു. അടുത്ത വചനം കൂടെ വായിക്കുമ്പോൾ രസമാണ്. അവൻ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നതുകൊണ്ട് ശൗലിന് അവനോട് അസൂയ തോന്നി. നമ്മൾ കേട്ടോ, ദ ബെസ്റ്റായി നടന്നാലും ഉണ്ടല്ലോ, നല്ല പാസ്റ്ററാണെങ്കിൽ പലർക്കും അസൂയ തോന്നും. നല്ല മക്കളാണെങ്കിൽ അസൂയ തോന്നും. സിയോൻ പുത്രി മലിനമായി കാണുവാൻ ആഗ്രഹിക്കുന്ന കണ്ണുകൾ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. നിന്റെ മോനോ മോളോ വളരെ ഹാൻസമാണ്, എഫിഷ്യൻ്റാണ്, സ്റ്റൂഡിയസ് ആണ്, കാണാനും കൊള്ളാം, പക്ഷെ അവളെ ഒന്നും ഒരു ലൈനൊന്നും അടിച്ചാലും ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ കോപ്രായങ്ങൾക്കൊന്നും അവരെ കിട്ടുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ ഓർത്തോണം, ശത്രു ചിലരെ ഇൻസൈറ്റ് ചെയ്ത് നമ്മൾക്കെതിരെ അസൂയ കൊണ്ടുവരും. യഹോവ ദാവീദിനോട് കൂടെ ഇരുന്നു. ഉൽപ്പത്തി 39:2 നമുക്കറിയാം. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹി ബിക്കേം സക്സസ്ഫുൾ. ചില പരിഭാഷകൾ ഹി ബിക്കേം പ്രോസ്പെറസ്. യോസേഫിനോട് കൂടെ ഇരുന്നു. യഹോവ യോശുവയോട് കൂടെ ഇരുന്നു. ജോഷുവ 6:27 യഹോവ യോശുവയോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ്റെ കീർത്തി ആ ദേശത്ത് എല്ലായിടവും പരന്നു. ഹിസ് ഫെയിം ബിക്കേം known to all the people. ഇനി എത്രയോ വചനങ്ങൾ ഞാൻ എഴുതി വെച്ചതൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. ചിലർ സംസാരിക്കുമ്പോൾ പറയും, ബ്രദറെ അത് നോഹയ്ക്കൊക്കെ എന്തൊരു കൃപയായിരുന്നു, നമുക്കെന്തോ എവിടെ കൃപ കിട്ടി. ഞാൻ പറയും, നിങ്ങൾ എഫേസ്യ ലേഖനം 4:7 എടുത്ത് വായിക്കും. ഇപ്പോൾ എടുക്കണ്ട, സുനു സിസ്റ്റർ എടുക്കണ്ട, ഞാനങ്ങ് പറഞ്ഞേക്കാം. എഫേസ്യർ 4:7 നമ്മിൽ ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. തരാമെന്നല്ല, കൃപയില്ലെന്ന് ആരും പറയല്ലേ മക്കളെ. അയ്യോ ഞങ്ങൾക്ക് കൃപയില്ല മക്കളെ. നോ 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 നോ. ദൈവം നിങ്ങളെ അയക്കുന്നിടത്തേക്കും ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കൃപ തന്നാണ്. നമ്മൾ വീട്ടിൽ ഒരാളെ അയ്യം ചുരണ്ടാനായിട്ട് വൃത്തിയാക്കാൻ വെച്ചാൽ നമ്മൾ മമ്മട്ടി കരുതത്തില്ലേ? God will equip us for the task He has entrusted with us. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്
ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവം ആരോട് കൂടെ ഇരിക്കും? 2 വാക്യങ്ങൾ പറഞ്ഞ് നിർത്താം. ഒരുപാട് വചനങ്ങളുണ്ട്. വചനം അറിയാത്തതുകൊണ്ടല്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഈ പെന്തക്കോസ് വേർപെട്ട കൂട്ടങ്ങളിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവർക്ക് വചനം കാണാപ്പാടം അറിയാം കേട്ടോ. വാട്ട് വി കോൾ ദ റോട്ട് നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ROT. ദേ ഹാവ് ദ റോട്ട് നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ബട്ട് ദേ ഡോണ്ട് ലിവ് ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് വൈ ദേ ആർ പവർലെസ്. നിങ്ങൾ വചനപ്രകാരം ഒന്ന് ജീവിച്ചു നോക്കിയേ, നിങ്ങൾ സന്തോഷമായിട്ട്. എന്നോട് ഈയിടെ എൻ്റെ ഒരു കസിൻ്റെ മോള് പറഞ്ഞ്, അങ്കിളെ അവൾ MA B.Ed ആണ്, എല്ലായിടവും ഫസ്റ്റ് ക്ലാസ്സാണ്, MA ലിറ്ററേച്ചർ. അവൾക്ക് ജോലി കിട്ടിയില്ല, സങ്കടമാണ്. അവൾ പറഞ്ഞു, അങ്കിളിപ്പം വലിയ പ്രസംഗിച്ച് അത് ഇതൊക്കെ അടക്കുന്ന, അങ്കിള് ജോലി ഉണ്ടായിരുന്നു, എനിക്കൊരു ജോലി കിട്ടിട്ട് പിന്നെ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, എടീ മണ്ടി പെണ്ണേ, എനിക്ക് ജോലി കിട്ടിയപ്പോഴല്ലല്ലോ ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചത്. കൃപയാൽ 19-ാം വയസ്സിൽ ഡിഗ്രിക്ക് നല്ല മിടുക്കനായി കണക്കിന് 100-100 സ്റ്റാറ്റിസ്റ്റിക്സിന് 100-98 വായിച്ച കാലത്താണ് ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിപ്പാൻ കർത്താവ് ഇടയാക്കിയത്. പ്രിയമുള്ളവരെ, അനേകർ ചിന്തിക്കുന്നത് ഇത് വെറും മണ്ടന്മാരുടേതാണെന്ന്. ശരിയാ, നമ്മൾ മണ്ടതാരാ? പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, വി ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഭോഷന്മാരാണ്. കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കണം. ഒരു നാൾ വരുന്നുണ്ട് കേട്ടോ, ഇവങ്ങളെ എപ്പോഴും സ്പെയർ ചെയ്യണം. നമ്മൾ യേശുവിന് വേണ്ടി ഒന്ന് പറയാൻ നാണിച്ചാൽ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരുന്നൊരു ദിവസമുണ്ട്, അന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് നാണിക്കും. നിങ്ങൾ എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റു പറഞ്ഞാൽ ഞാൻ ദൂതന്മാരുടെ മുൻപാകെ, എൻ്റെ പിതാവിൻ്റെ മുൻപാകെ നിങ്ങളെ ഏറ്റു പറയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനം 57:15 വായിച്ച് ഞാൻ 2 വാക്യം മാത്രം പറയും, എന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. യെശയ്യാപ്രവചനം 57, ഞാനങ്ങ് പറയാം, സമയം ലാഭിക്കാൻ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും എങ്കിലും മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെ വസിക്കുന്നു. ഐ ലിവ്. യഹോവ ആരോട് കൂടെ? മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെ. വിത്ത് ദ കൺട്രൈറ്റ് ആൻഡ് ദ ഹംബിൾ വൺസ്. ദൈവം ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോൾ കർത്താവ് വന്നോ അങ്ങോട്ട്? നമ്മൾ പരുഷമായി സംസാരിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇനി എൻ്റെ ചിന്തകൾ, ഈ വചനത്തിൻ്റെ ചിന്തകൾ കൊണ്ടായി പാറി പോന്നേ. കർത്താവ് കേൾക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, വി ആർ വാട്ട് വി ആർ ഇൻ ദ സീക്രട്ട്. ഐസ്ബർഗ് സ്കൂളിൽ പഠിച്ച ഓർമ്മയുള്ളതുകൊണ്ട് ഐസ്ബർഗിൻ്റെ 5/4 ഭാഗവും വെള്ളത്തിനടിയിലാണ്, 5/1 മേലോട്ട് കാണൂ. നമ്മുടെ ക്യാരക്ടറിൻ്റെ അങ്ങനെ. ഞാനിപ്പം ബിഹേവ് ചെയ്യുമ്പം നല്ലതുപോലെ സമദ് പാസ്റ്ററിൻ്റെ അടുത്ത് സമദ് പാസ്റ്റർ ഹൗ മച്ച് ലവ് യു കെട്ടിയൊക്കെ പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പഴയ ഒരു തത്വചിന്തയും പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുന്നത് പൊതുതത്വങ്ങളിലൂടെ, പ്രവർത്തിക്കുന്നത് വിശദാംശങ്ങളിലൂടെ. ഫിലോസഫേഴ്സായിട്ട് ചിന്തിക്കുന്നത് പൊതുതത്വങ്ങളിലൂടെ തത്വം പറയും, ഇല്ലയോ? നമ്മൾ പക്ഷപാതവും പാർഷ്യാലിറ്റിയൊക്കെ കാണിക്കുന്ന രാഷ്ട്രീയക്കാരെ വെറുക്കും. പക്ഷെ നമ്മുടെ ഒരു ആവശ്യം വരുമ്പം ചെന്ന് കാണും, കണ്ടില്ലേ പറയും, അവനെ എന്തിനു കൊള്ളാം. സി, we hate partiality, but when it comes to our case, he must be partial to favor us and do us a favor. പലപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾ സംഖ്യാപുസ്തകം 12 നമ്മൾ പറയുന്ന ഓരോന്നും കേൾക്കുന്നുണ്ട്. മോശ ഒരു കൂശ സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ അഹരോനും മിര്യാമും അവനെതിരായി പിറുപിറുത്തു. അവിടെ എന്തോ എഴുതിയേക്കെന്ന് അറിയാം. അവിടെ നല്ലൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, യഹോവ അത് കേട്ടു. അയ്യോ, മോശയ്ക്കെതിരായി പിറുപിറുത്തത് യഹോവ, വേറെ ആരും കേട്ടില്ല. അവർ 2 മോശ ഉള്ളായിരുന്നു. കർത്താവ് കേട്ടു. യഹോവ മോശയോട് അഹരോനും മിര്യാമും കൂടാരവാതിൽക്കൽ വരുവാൻ കൽപ്പിക്കാം. പ്രിയമുള്ളവരെ, നമുക്കെതിരെ ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് ഒന്നും പോണ്ട. ഇത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും. ദൈവത്തിനുള്ളതൊന്നും നമ്മൾ എടുക്കരുത്. ചില കാര്യങ്ങളെ അപ്പന്മാർ വെച്ചേക്കുന്ന കാര്യം മക്കൾ വന്ന് പിടിച്ച വീടവിടെ, അത് എൻ്റെതാണ്, ഡോണ്ട് ടച്ച്. അത് ദൈവത്തിനുള്ളതാ. പ്രതികാരം അപ്പം ആർക്കുള്ളതാ? നമ്മൾ എടുക്കരുത്. പ്രതികാരം എനിക്കുള്ളത്. നീ എന്ത് വേണം? നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം, ഇവിടെ പറഞ്ഞു സാക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം.
ഈ സഹോദരിമാർ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഡിഫറൻ്റ് ആണെന്ന് നിങ്ങൾ പറയാതെ നിങ്ങളുടെ കൊളീഗ്സ് മനസ്സിലാക്കണം. സോ ഷീ ഈസ് വെരി ഡിഫറെൻറ്റ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, ഭയങ്കര പരുഷമായിരുന്നു. ഷി വാസ് വെരി റൂഡ്. ഇന്നിപ്പം വളരെ വ്യത്യസ്തരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യം വേണം, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ സാക്ഷ്യം വേണം. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം കുറച്ച് പേരൊക്കെ ഉള്ള കുറേ വർഷം മുമ്പ് അന്ന് ഒരു അയ്യരുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണ്ണാ എന്നോട് പറയുന്നത്, ഞാൻ പ്രായത്തിൽ കുറവാണെങ്കിലും എന്നെ അണ്ണാന്നാണ് വിളിക്കുക. അണ്ണാ ഇച്ചിരി നേരം ചെവി പൊത്തണം, ഞാൻ ഇച്ചിരി വേറെ കാര്യം പറയാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ആരെയും എന്തോ ദ്വയാർത്ഥത്തിലൊക്കെ പറയുന്നത്, ഇതൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ ഒന്ന് മാറിപ്പോണം കേട്ടോ എന്ന് പറഞ്ഞാൽ he knows I am different. That is why he doesn't want to say that obscene words in my presence. നമ്മൾ വ്യത്യസ്തരാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. മനസ്താപവും, ഞാൻ 2 വചനങ്ങൾ എടുത്ത ഭാഗങ്ങളിൽ വിശദീകരിച്ചില്ല. പലപ്പോഴും പഠിപ്പിക്കുന്നിടത്ത് നിന്നാലേ അങ്ങനെ പറ്റൂ. പ്രസംഗമായതുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ്. ഞാൻ ചിലയിടത്ത് പൗലോസിൻ്റെ ഭാഷയിൽ പറയും, അസാരം ബുദ്ധിഹീനത ഇന്ന് എന്നോട് പൊറുക്കണം. കാരണം പലയിടത്ത് പോകുന്നു. എങ്കിലും ഐ ആം ഷുവർ ഗോഡ് വിൽ സ്പീക്ക് നോ. കാരണം പലയിടത്ത് ചിലപ്പം ബൈബിൾ ക്ലാസ് പണ്ട് മിഷൻ ഇന്ത്യയിൽ ആദ്യ സമയങ്ങളിൽ എടുക്കാൻ പോയി. ആദ്യ സമയങ്ങളിൽ ബൈബിൾ കോളേജ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈവനിങ് ക്ലാസ് ഓഫീസിൽ നിന്ന് ഞാൻ അന്ന് ബസ്സിന് പോകും. അപ്പോൾ ഈയിടെ ഒരു പാസ്റ്ററും ഭാര്യയും പറഞ്ഞു, സാറേ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ഓർക്കുന്നില്ല. സാർ അന്ന് അവിടെ ബൈബിൾ ക്ലാസ് എടുക്കാൻ വന്ന്, വേറെ ഒരു കൊച്ച് അവിടുത്തെ കൗൺസിലറാണ്, ഷീസ് ആൻ അഡ്വക്കേറ്റ് വഞ്ചിയൂർ. സാറേ അന്നത്തെ ക്ലാസ് ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ആ സന്തോഷം തോന്നി. പലപ്പോഴും ഈ വചനം പഠിപ്പിക്കുന്നവർക്ക് പ്രവാചകനാണെ പ്രവചിക്കുമ്പം അത് നടന്നെന്ന് പറയും, അല്ലയോ? പാസ്റ്ററൽ ശുശ്രൂഷയിൽ അറിയും. പക്ഷേ ദോസ് ഹു ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഒന്നും കാണാനില്ല. നമ്മൾ പ്രശംസ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം എന്നോട് അന്ന് സംസാരിച്ചു എന്ന് പറയുന്ന, അന്ന് പ്രസംഗിച്ച വചനം മറ്റൊരാൾ പറയാം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറേ എന്ന്. അപ്പോഴാണ് നമുക്ക് ആനന്ദം തോന്നുന്നത്. നമ്മൾ വിതച്ച വിത്ത് നീ വെള്ളത്തിന്മേലെറിയുന്നത് ഒരു നാൾ മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ വരികയില്ല. ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം കൈവിടുന്ന ദൈവമല്ല, ദൈവം എന്നോട് കൂടെ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, ദാവീദ് പറയുന്ന പോലെ, യഹോവ എനിക്ക് തുണ. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്നത്തെ തലമുറ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. അവർക്ക് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മദ്യം, മയക്കുമരുന്ന്, സുഹൃത്ത് ബന്ധമില്ല ആരോടും. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരാളുമായി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു സിസ്റ്റർ പറയുവാണ്, കുഞ്ഞിനെയും കൊണ്ട് കുറേ അമ്മയും ഗ്രാൻഡ് മദറും ഒക്കെ വന്ന്. ഞാൻ പറഞ്ഞു, ഈ കൊച്ചുങ്ങളൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നത്? അപ്പോൾ ആ സിസ്റ്റർ തന്നെ പറയുവാണ്, എങ്ങനെ വീട്ടിലോ അയൽവക്കത്തോ അറിയുന്നവരുടെ അടുത്ത് പോലും കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് പോരും. ആരെയും വിശ്വസിപ്പാൻ വയ്യാത്തൊരു കാലം. ഞാൻ വേഗത്തിൽ 5 മിനിറ്റിനകത്ത് നിർത്താം. മനസ്താപവും, ഉന്നതൻ ഉയർന്നിരിക്കുന്ന ദൈവം മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ വാസം ചെയ്യും. രണ്ടാമത് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കാത്ത ഒരു വാക്യം. യോഹന്നാൻ 8:29. യോഹന്നാൻ 8:29 യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നിങ്ങളിത് ശ്രദ്ധിക്കണം. Don't take it for granted that because you are born again, God will be with you always. ദൈവവചനമായതുകൊണ്ട് എപ്പോഴും കൂടെ ഇരിക്കുമെന്ന് അങ്ങ് ചിന്തിക്കരുത്. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും, ജോൺ 8:29, അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി കൊണ്ട് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പോൾ എപ്പോഴും ദൈവത്തിന് പ്രസാദമായത് ചെയ്താൽ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. പ്രസാദമുള്ളൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? ദൈവപ്രസാദമുള്ളൊരു ജീവിതമാണോ നയിക്കുന്നത്? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അത് നമുക്കറിയാം. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവം ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം ലഭിച്ചു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയണം, ഹിസ് ലൈഫ് ഈസ് എ ലൈഫ് പ്ലീസിങ് ടു ദ ലോർഡ്. ഹാബേൽ, എബ്രായ ലേഖനം 11 വായിക്കുന്നു, കയീൻ്റെതിലും ഉത്തമമായ ഒരു യാഗം കഴിച്ചു.
അവിടെ എന്താ വായിക്കുന്നത്? ഉൽപ്പത്തിയിൽ പോകുമ്പം ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും നമ്മുടെ ഈ സ്തോത്രത്തിൽ ഇന്ന് സ്തോത്രയാഗമാണല്ലോ എബ്രായ 13 അനുസരിച്ച്. നമ്മുടെ സ്തോത്രത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആദ്യം നമ്മിൽ പ്രസാദിക്കണം. റിമെമ്പർ, your praises and thanksgiving shall be acceptable to the Lord only if he is pleased with you. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കുകയുള്ളൂ. വീണ്ടും എനിക്ക് പോയാൽ ഇതിൽ നിന്ന് ഒരുപാട് പറയണമെന്നുണ്ട്, സമയമില്ല. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ തെസ്സലോനിക്ക സഭ വാസ് എ മോഡൽ ചർച്ച്. അഖായയിലും മക്കെദോന്യയിലുമുള്ള സകലർക്കും മാതൃകയായി തീർന്ന തെസ്സലോനിക്കൻ ചർച്ച്. അവിടെ 1 തെസ്സലോനി, ഞാൻ മറിക്കണ്ടെന്ന് പറയാൻ സമയം ലഭിക്കാനാ, 4:1 പറയുന്നു, പ്രിയമുള്ളവരെ, ദൈവപ്രസാദം, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ എപ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവിനെ ഏകനായി വിട്ടിട്ടില്ല. ദൈവം നമ്മെ ഏകരായി വിടാതിരിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കണം. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുകയാണ്, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം എന്ന് നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടന്നു വരുന്നത് പോലെ. അവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കണം, വായിക്കരുത് കേട്ടോ. മിക്ക വീടുകളിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരു വായനയാണ്. പേപ്പർ മിക്കവാറും 50 മിനിറ്റ് ഞാനും പലപ്പോഴും എടുക്കും, 20 മിനിറ്റ് കൊണ്ട് തീർത്ത് വായിക്കണത്. പക്ഷേ എനിക്ക് 45-50 മിനിറ്റ് പോകും. പക്ഷേ നമ്മൾ ഡെയിലി 50 മിനിറ്റ് ബൈബിൾ വായിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? കുഞ്ഞുങ്ങൾക്കെല്ലാം പഠിക്കാനുണ്ട്, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ അന്നേരം ഒരു മക്കളെ വേഗത്തിൽ 5 minutes യു റീഡ് ദ സ്ക്രിപ്ചർ 1 word ആൻഡ് യു ഗോ ടു സ്റ്റഡീസ് ആൻഡ് ആണ്. ഞാൻ പറയാം തിരിച്ച്, ഇന്നിപ്പം ഇത്രയും വയസ്സായപ്പോൾ ഞാൻ പറയുക, teach your children to love God and walk in his ways. The rest God will take care. ബാക്കി ദൈവം നോക്കിക്കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചിട്ടും ഇവിടെ പട്ടത്ത്, എനിക്കറിയത്തില്ല, ഞാൻ കേട്ടതാണ്, എൻ്റെ ബ്രദറെ പാസ്റ്ററെ, ഒരു അഗ്രികൾച്ചർ ജോയിൻറ്റ് ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അദ്ദേഹം ഈ ലോകത്തിൻ്റെ നടപ്പൊക്കെ കണ്ടപ്പം പെൺമക്കൾക്കാണെങ്കിൽ ഉള്ളതങ്ങ് കൊടുത്താൽ അവളുമാർ നോക്കത്തില്ലെന്ന് വിചാരിച്ച് ഈ അപ്പൻ ഒന്നും കൊടുക്കാതിരുന്ന് അവർക്കും പഠിപ്പിച്ച് ജോലിയാക്കി. അപ്പം കൊടുക്കാതിരുന്ന് അവസാനം അവർ പറഞ്ഞ് അവർ ഈ അപ്പനെ തിരിഞ്ഞൊന്നും നോക്കത്തില്ല. അപ്പം എന്തോ പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, നിങ്ങൾക്കൊന്നും അതിന് പപ്പയുടെ ഞങ്ങൾക്ക് ആർക്ക് വേണം? പപ്പ ഉണ്ടാക്കി വെച്ച് ഇവർക്കൊന്നും കൊടുക്കാതിരിക്കുകയാണ്. എന്തുവാ കൊടുക്കാതിരുന്ന അവർ നോക്കുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ നോക്കും. വാർത്തയ്ക്കോ ആൻറ്റി എൻ്റെ യേശു എന്നെ നോക്കിക്കോളുന്നു, യേശുവിൽ മാത്രം, യഹോവയിൽ ആശ്രയിക്കുകയും തന്നെ എന്ന് പറഞ്ഞാൽ മാത്രം. ഈ പൈസ ബാങ്കിൽ കിടക്കുന്ന പൈസ കൊണ്ടൊന്നും ഒരു പുണ്യവും ഇല്ലെന്നേ. കോവിഡിൽ പൈസ നിങ്ങൾ രക്ഷിച്ചോ? എത്ര മിടുക്കന്മാർ പോയി. പൈസ ഇല്ലാത്തവരാണോ മരിച്ചേ? നത്തിങ്. നീ പൈസ കൂട്ടി വെച്ച് ഇവിടെ അങ്ങോട്ട് വെറുതെ ഡ്രോട്ട് വന്ന് വെള്ളമില്ല, എന്തോ ചെയ്യും? അയ്യോ, 1 ലിറ്ററിന് 10,000 വേണേലും കൊടുക്കാറുണ്ട്, ആരെങ്കിലും തരുമെന്ന് ചോദിച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? എന്നാൽ ഒരു വിധവയ്ക്ക് തൻ്റെ കലത്തിലെ മാവ് വർദ്ധിപ്പിച്ചു കൊടുത്ത ദൈവം കൂടെയുണ്ടെങ്കിൽ God will do wonders for you. പ്രിയമുള്ളവരെ, ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഞാൻ അന്ന് നമ്മൾ കുടുംബമായപ്പോൾ ഞാൻ അന്ന് ഒരു ഗ്യാസ് കണക്ഷന് ഞാൻ കുമാരപുരത്ത് ഒരു ഏജൻസിയിൽ അപ്ലൈ ചെയ്തു. അവിടെ എനിക്ക് കിട്ടിയ ഒരു കണക്ഷനുണ്ട്. ഞാൻ 4-5 വന്നപ്പം ഇവിടെ ഒരു കണക്ഷൻ അപ്ലൈ, അതിന് മുമ്പാണ് അത് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പം ഗവൺമെൻറ് പത്രത്തിൽ നോട്ടിഫൈ ചെയ്തു, മോർ ദാൻ 1 കണക്ഷൻ ഉള്ളവർ അത് സറണ്ടർ ചെയ്യണം. ഞാൻ കൊണ്ട് സറണ്ടർ ചെയ്യാൻ പോയി. അപ്പോൾ കുമാരപുരത്ത് ഏജൻസിക്കാരൻ ചോദിച്ചു, സാറേ ഇക്കാലത്ത് ആരെങ്കിലും ഈ മണ്ടത്തരം കാണിക്കുമോ സാറേ? അതവിടെ ഇരുന്നാൽ പോരെ സാറേ? ഞാൻ പറഞ്ഞു, മണ്ടത്തരം കാണിക്കുന്നവരും ഉണ്ട് എന്ന് വിചാരിച്ചു, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് മാത്രം പറഞ്ഞു. അന്ന് അത്രയും പറയാൻ, ഇന്നത്തെ പോലെ പറയാനായിരുന്നു കുറേ വിശദീകരിച്ച് പറയാമായിരുന്നു. നിങ്ങളും കർത്താവിനെ സ്വീകരിക്കണോ? നിങ്ങൾക്കറിയാമോ, അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്യാസിന് പ്രയാസമുള്ളൊരു സമയം വന്നു. അന്ന് എൻ്റെ അമ്മ എന്നോട് കൂടെയുണ്ട്, മൂത്തവൻ വലിയൊരു പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾ 3 പേര്, സെർവൻറ്റ് 4, അമ്മ 5 പേരുണ്ട്. നോർമലി ഞങ്ങൾക്ക് 45-48 ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് ഗ്യാസ് നിൽക്കാറില്ല. എന്നാൽ ആ പ്രയാസമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത്
കർത്താവിനെ മുൻനിർത്തി നീ ഗ്യാസ് സറണ്ടർ ചെയ്തെങ്കിൽ ഇന്ന് എണ്ണ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയമില്ല. നിങ്ങൾക്കറിയാമോ, ആ ഗ്യാസ് കിട്ടുന്ന മാസം എൻ്റെ ഗ്യാസ് 72 ദിവസം പോയി. എൻ്റെ വൈഫ് ആലീസ് പറഞ്ഞു, പപ്പ ഗ്യാസ് തീർന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടരുത്, അതങ്ങനെ പോകും. ഗ്യാസ് കിട്ടിക്കഴിഞ്ഞ് 2-ാം ദിവസം ഗ്യാസ് തീർന്നു. എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ ഞങ്ങൾ 3-4 പേരുള്ളപ്പം, ഇത് സെർവൻ്റ് കൂടെ ഉള്ളപ്പം 72 ദിവസം പോക്കിയെങ്കിൽ ദൈവത്തെ മുൻനിർത്തി നിങ്ങൾ ഇഫ് യു ടേക്ക് എവറി സ്റ്റെപ്പ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങൾ ദൈവത്തെ മാനിച്ച് വചനം പ്രമാണിച്ച് ജീവിച്ചാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ബി അഷേർഡ്, യുവർ ഗോഡ് വിൽ ടേക്ക് യു ത്രൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. പല കാര്യങ്ങളിലൂടെ പറയണമെന്ന് വിചാരിച്ചു. ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്നെ ഏകനായി വിട്ടിട്ടില്ല. ലിവ് എ ലൈഫ് പ്ലീസിങ് ടു ദ ലോഡ്. വാട്ട് ഓൾ തിങ്സ് പ്ലീസസ് ഗോഡ്. ദൈവത്തിന് പ്രസാദം വരുന്നത് എന്താണെന്ന് ഒരുപാട് വചനമുണ്ട്. വാസ്തവത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ സ്റ്റുഡൻ്റാണ്. എനിക്കിത് വായിച്ചാൽ തീരത്തില്ല കേട്ടോ. എനിക്ക് വായിച്ചാൽ മതിയാവത്തില്ല. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ എന്ന് ദാവീദ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര. ചിലർ പറയും, ഒന്ന് പ്രസംഗിക്കാൻ വിളിച്ചാൽ എന്തോ ഇത്ര ഒരുങ്ങാനെന്ന്. മനസ്സിലായില്ലേ? എനിക്കറിയാത്ത വചനങ്ങളല്ല, ഞാൻ പിന്നെ അത് വായിക്കും. എൻ്റെ ഇംഗ്ലീഷ് വായിക്കും, അത് വായിക്കും. സംശയം വായിക്കും, അത് വായിക്കും. അല്ലെങ്കിൽ ചിലപ്പം ബൈബിൾ ഹബ് നോക്കും, അല്ലെങ്കിൽ മറ്റേതിൽ നോക്കും. എനിക്കറിയാത്തത് ഞാൻ അറിയാത്തവരോട് ചോദിക്കും. നമുക്കിന്ന് എന്തെല്ലാം മെക്കാനിസം ഉണ്ട്. ഐ ആം സ്റ്റിൽ എ സ്റ്റുഡൻറ്റ്. വൺ തിങ് മോർ ഐ എൻകറേജ് യു, ബി എസ്റ്റാബ്ലിഷ് ഇൻ ദ വേർഡ്. ഇത് ഭക്ഷിക്കണം, ഇത് തിന്നണം, ഇത് നിൻ്റെ മക്കൾക്ക് കൊടുക്കണം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പേരൻസിനോട് പറയുകയാണ്. ടീച്ച് യുവർ ചിൽഡ്രൻ ടു വാക്ക് ഇൻ ദ വേസ് ഓഫ് ഗാഡ്. എൻകറേജ് ദം ടു വാക്ക് ഇൻ ദ വേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വഴികളിൽ നടപ്പാൻ അവരെ നിങ്ങൾ ഉപദേശിക്കണം. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 6-ാം അധ്യായം 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ 4. ഇപ്പം നിങ്ങളിരിക്കുക, ഞാൻ നിൽക്കുക, കുഞ്ഞുങ്ങളാരെങ്കിലും തറയിൽ കിടത്തിയേക്കുവാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നടക്കുക. ഈ 4 പോസ്റ്ററേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓൾവേസ് നിങ്ങൾ ഇതിനെക്കുറിച്ച്, ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്കണം. വിളിച്ചാൽ ഉടനെ ഇതാണോ പറയുന്നത്? എന്തുവാ മോളെ, എന്തുവായി, മാർക്ക് എത്ര ഉണ്ട്, അത് ഇത്. നോ, യു ആസ്ക് ദ വേർഡ്. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. ദി എൻട്രൻസ് ഓഫ് യുവർ വേർഡ് ഗീവ്സ് ലൈറ്റ്. നിങ്ങളുടെ തലമുറകളെ ദൈവത്തിൻ്റെ വഴികളിൽ പ്രിയമുള്ളവരെ നടത്തി പഠിപ്പിപ്പീൻ. ഞാൻ പ്രശംസിക്കാൻ കേൾക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസവും ഞാനിങ്ങനെ ഇളയ മോനെ വൈഫും ഞാനോട് ഇരുന്ന് വിളിച്ച്, അപ്പം മമ്മി ചോദിച്ചു, നീ എന്തോ ചർച്ചിൽ എന്തോ ചെയ്യുന്നു? അവൻ UK യിലാണ്, നീ അതും ഇതുമൊക്കെ. മമ്മി, അവൻ ഇച്ചിരി രസം പറയും, ഒരുപാട് പറയത്തില്ല, ആൾ സീരിയസ് ആണ്. അപ്പം അവൻ പറയും, മമ്മി പ്രസംഗിക്കാൻ തുടങ്ങിയോ? ഇങ്ങോട്ട് ചോദിക്കും. അതായത് അവൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, മമ്മി പ്രസംഗിക്കാൻ തുടങ്ങിയോ? അപ്പം ആലീസ് പറഞ്ഞു, പപ്പ പ്രസംഗിക്കുന്നുണ്ടോ? അതല്ല ചോദിച്ച, മമ്മിയോട് ചോദിച്ചതിന് ഉത്തരം പറയൂ. മമ്മി പ്രസംഗിക്കാൻ തുടങ്ങിയോ? ഇനി രണ്ടുപേരും ഇരിക്കാതെ അങ്ങ് പോയാൽ പോരെ. സി, മൈ ചിൽഡ്രൻ ആർ എൻകറേജിങ് മീ. ഇൻവെസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, ഡു മോർ ഫോർ ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നോക്കി നമുക്ക് സന്തോഷിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ, ഇവിടുത്തെ ഇന്ന് വാക്യം വായിച്ച് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ 112-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇംഗ്ലീഷ്, ഹിസ് ചിൽഡ്രൻ ഷാൽ ബി മൈറ്റി ഓൺ എർത്ത്. നമ്മുടെ മക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, ഇന്ന് അവൾക്ക് 50-20 മാർക്കേ ഉള്ളൂ. നമ്മളങ്ങ് ശീലിച്ചു വെച്ചേക്കുക, എന്തിന് കൊള്ളാം അവളെ നോക്ക്, നീ മറ്റേ കൊച്ചിനെ നോക്ക്, നിന്നെ എത്ര ട്യൂഷന് കൊണ്ടാടുന്നു, എന്തിനു? അങ്ങനെയല്ല, അവളെ തോളത്ത് തട്ടി പറയണം. BSNL ഒരു എഞ്ചിനീയറെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചന് സ്കൂളിൽ പഠിക്കുമ്പോഴും മാർക്ക് കുറവാന്നേലും തട്ടി പറയും, മക്കളെ നീ മിടുക്കനാവും, നീ വലിയവനാവും. അദ്ദേഹം ഏതോ ഒരു കണ്ടുപിടുത്തം നടത്തി കുറേ കഴിഞ്ഞ് വലിയതായി വന്നപ്പോഴത്തേക്ക്, പ്രിയമുള്ളവരെ, നമ്മുടെ തോളെ തട്ടി പറയണം, ഗോഡ് ലവ്സ് യു, ദൈവം നിന്നെ വലിയവനാക്കും. അതിനെങ്ങനെ? ഞാൻ എൻ്റെതായ ഉദാഹരണങ്ങൾ പറയും. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. സപ്പോസ് ഞാൻ സമത് പാസ്റ്ററിനടുത്ത് ഒരു ആപ്പിൾ തരാമെന്ന് ചോദിച്ചാൽ, ഇല്ലല്ലോ ബ്രദറെ, എൻ്റെ കയ്യിൽ നെല്ലിക്കയുള്ളെന്ന് പറഞ്ഞാൽ നെല്ലിക്കയല്ലേ കൊടുക്കാൻ നോക്കൂ. ഇഫ് യു ആർ ടു എൻകറേജ്, നിങ്ങൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആശ്വാസം പ്രാപിച്ചവരായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വചനം കൊടുക്കണമെങ്കിൽ വചനം നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ക്ഷമ പഠിപ്പിക്കണമെങ്കിൽ ക്ഷമ നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ ഓൺ ബ്രദറിൻ്റെ മകള് എൻ്റെ ബ്രദറിനോട് പറഞ്ഞിട്ട് കുറച്ച് 2-3 വർഷം മുമ്പ് എന്നോട് പറയുകയാണ്, എൻ്റെ മോള്, എടാ റെജീന എന്നോട് പറഞ്ഞു, പപ്പ, യു ഡോണ്ട് ഹാവ് ടു ഇൻസ്ട്രക്ട് us, give us so many advices, this thing and that thing.
ഞങ്ങൾ നിങ്ങളുടെ ഉപദേശമൊന്നുമല്ല നോക്കുന്നത്. വി ആർ വാച്ചിങ് യുവർ ലൈഫ്. വി ആർ വാച്ചിങ് യുവർ ലൈഫ്. ഞാൻ ആരും ഓർക്കുന്നില്ല. അഗസ്റ്റിനോ സംബഡി സെഡ്, പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. ഇഫ് നെസസറി യൂസ് വേർഡ്സ്. നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. പ്രീച്ച് ദ വേർഡ്, ഇഫ് നെസസറി യൂസ് വേർഡ്സ്. വചനം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. മീൻസ് വാക്കുകളില്ലാതെ വചനം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ പത്രങ്ങളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോട് കൂടെ ആരോട് കൂടെ ഇരിക്കും? മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ ഇരിക്കുന്ന ദൈവം, അവന് പ്രസാദമുള്ളവരോട് കൂടെ ഇരിക്കുന്ന ദൈവം. എനിക്ക് ഓരോ വാക്കുകളും വിശദീകരിക്കണം എന്നുണ്ട്. എന്നാൽ സമയം പതിവുകൊണ്ട് ഇന്ന് മീറ്റിംഗ് തീരുന്ന കൊണ്ടും ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റി എന്നെ ഇവിടെ അയച്ച ദൈവത്തിന് മഹത്വം ഇവിടുത്തെയുള്ള എല്ലാ ഭാരവാഹികളോടും സന്തോഷം അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. താങ്ക് യു ചർച്ച്.